പ്രളയക്കെടുതിയിൽ വലയുന്ന നൈജീരിയയ്ക്ക് 20 ടൺ മാനുഷിക സഹായ പാക്കേജ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ഇന്നലെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർക്ക് മോദി അനുശോചനം രേഖപ്പെടുത്തി. 300-ലേറെ പേരാണ് നൈജീരിയയിൽ മരിച്ചത്. മോദിയുടെ സന്ദർശനത്തിന് മുമ്പ് 15 ടൺ സഹായ പാക്കേജും ഇന്ത്യ നൈജീരിയയിലേക്ക് അയച്ചിരുന്നു. അതേസമയം ഇന്ത്യയും നൈജീരിയയും തമ്മിലെ തന്ത്രപരമായ പങ്കാളിത്തവും ഉഭയകക്ഷി ബന്ധവും മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സാംസ്കാരിക വിനിമയ പദ്ധതി, കസ്റ്റംസ്, സർവേ സഹകരണം എന്നിവ സംബന്ധിച്ച 3 ധാരണാപത്രങ്ങളും ഒപ്പിട്ടു. 17 വർഷത്തിന് ശേഷം എത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനാൽ ഗംഭീരമായ വരവേൽപ്പാണ് നൈജീരിയ ഒരുക്കിയത്. ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറി മന്ത്രി നിസോം എസൻവോ വൈക്ക് വിമാനത്താവളത്തിലെത്തി മോദിയെ സ്വീകരിച്ചു. അബുജയിലെ നഗരത്തിലേക്കുള്ള താക്കോൽ മോദിക്ക് സമ്മാനിച്ചു. നൈജീരിയൻ ജനതയുടെ വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമാണ് ഈ താക്കോൽ. പ്രസിഡൻഷ്യൽ പാലസിൽ മോദിക്ക് ഔപചാരിക വരവേൽപ്പും നൽകി. അതേസമയം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ഇന്നലെ രാത്രി ബ്രസീലിലേക്ക് തിരിച്ചു. അബുജയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത മോദി വളർച്ചയുടെയും സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആഗോള പ്രതീകമായുള്ള ഇന്ത്യയുടെ ഉയർച്ചയെപ്പറ്റി സംസാരിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പുത്തൻ യാത്രയിലാണ് ഇന്ത്യയെന്നും പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 30 ഇരട്ടിയോളം വളർന്നു. ഗഗൻയാൻ മിഷനിലൂടെ ഇന്ത്യക്കാർ ഉടൻ ബഹിരാകാശത്തെത്തും. വൈകാതെ നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയവും ഉണ്ടാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ 2ാമത്തെ ഉയർന്ന ദേശീയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ നൽകി നൈജീരിയ ആദരിച്ചു. ഇന്നലെ തലസ്ഥാനമായ അബുജയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റിന്റെ ബോല അഹമ്മദ് ടിനുബു ആണ് പുരസ്കാരം നൽകിയത്. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം നൈജീരിയ അവരുടെ ഉന്നത ബഹുമതി നൽകി ആദരിക്കുന്ന ലോക നേതാവാണ് മോദി. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മോദിക്ക് ലഭിക്കുന്ന 17ാമത്തെ പുരസ്കാരമാണിത്. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നൈജീരിയ സന്ദർശനം. പുരസ്കാരം വിനയത്തോടെ സ്വീകരിക്കുകയാണെന്നും 140 കോടി ഇന്ത്യക്കാർക്കും നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തിനും സമർപ്പിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ചൂണ്ടിക്കാട്ടിയ മോദി പുരസ്കാരത്തിന് നൈജീരിയൻ സർക്കാരിനും ജനതയ്ക്കും നന്ദി പറഞ്ഞു. ഇന്ത്യയുമായുള്ള മികച്ച ബന്ധത്തെ നൈജീരിയ വിലമതിക്കുന്നതായി പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. മോദി ചരിത്രമായ ജോലി നിർവഹിക്കുന്നു. സങ്കീർണമായ ഒരു സമൂഹത്തിൽ തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പിൽ മോദി വിജയിച്ചതിനെ നൈജീരിയ വളരെയധികം ആദരവോടെ കാണുകയാണെന്നും ബോല അഹമ്മദ് ടിനുബു കൂട്ടിച്ചേർത്തു. ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ എത്തിയത്. ബ്രസീലിലായിരിക്കുമ്പോൾ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന G20 ട്രോയ്ക്കയുടെ ഭാഗമായി 19ാമത് G20 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. പ്രസിഡന്റ് മുഹമ്മദ് ഇൻഫാനാലിയുടെ ക്ഷണപ്രകാരം നവംബർ 19 മുതൽ 21 വരെ മോദിയുടെ പര്യടനത്തിന്റെ അവസാന ഘട്ടം ഗയാനയിലേക്ക് കൊണ്ടുപോകും. 50 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സൗഹൃദം കൂടുതൽ ആഴത്തിലുള്ളതാക്കുമെന്നും മോദി പ്രതികരിച്ചു. നൈജീരിയൻ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നൈജീരിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഉയർന്ന മുൻഗണന നൽകുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.